ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ചെറുപയർ പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കിയാലോ? എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഗ്ലാസ് ചെറുപയർ പരിപ്പ്, പിന്നെ കോക്കനട്ട് ക്രീം, കോക്കനട്ട് മിൽക്ക് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഒരു 150 ml ഞാനതിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു 200 ഗ്രാം ശർക്കര, ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഉപ്പെടുക്കാം, പിന്നെ ഒരു വലിയ സ്പൂണ് നെയ്യ്, പിന്നെ ഒരു സ്പൂണ് ഏലക്ക പൊടിച്ചത്, കുറച്ച് മുന്തിരി, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്. ഇനി നമുക്ക് അവ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിൽ ചെറുപയറിൽ ഞാനൊരു 1/4 ഭാഗത്തോളം പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ആദ്യം വറുത്തെടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ മാത്രം വറുത്തെടുത്താൽ മതി, കൂടുതൽ വറക്കണ്ട. അങ്ങനെ വറുത്തെടുത്ത ചെറുപയർ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് കുറച്ചുകൂടി നല്ലവണ്ണം വറുത്തെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വറുത്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഈ രണ്ടാമത് വറുത്ത ചെറുപയർ ആ പ്രഥമൻ കഴിക്കുമ്പോൾ ഇടയ്ക്കിടെ കടിക്കാൻ പറ്റും. അങ്ങനെ അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അത് നല്ലവണ്ണം വറുത്തെടുത്ത് ഇനി നമ്മളത് മിക്സ് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റുക. ഇനി ആ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഏകദേശം ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചാൽ മതി. ആ ഉപ്പ് കൂടി അതിനോട് ചേർക്കാം. ഇനി അത് ഒരു 2 വിസിലടിക്കുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുക്കാം. അത് 2 വിസിലടിച്ച് ഞാൻ വിസിൽ തുറന്നു വിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ ശർക്കര ഉരുക്കി വെച്ച വെള്ളം, അത് തണിഞ്ഞിട്ടുണ്ട്, അതിലേക്ക് അരിച്ചെടുക്കാം. അതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി അതിൽ നിന്ന് കുറച്ച് ഒരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ആ പായസത്തിന്, ആ പ്രഥമന് കട്ടി കിട്ടാൻ വേണ്ടിയാണ്. ഒരു തിക്കായിട്ട് വരും അപ്പോൾ. ഇനി നമുക്ക് ഒരു 150 ml മിൽക്ക് ക്രീം അതിലേക്ക് ഒഴിക്കാം. അത് 2ാം പാലും 1ാം പാലും ഒന്നും ഇവിടെ ഇല്ല, കടയിൽ നിന്ന് കിട്ടുന്നതാണ്. അത് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് ഇടക്കിടക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന നെയ്യ് ഒരു 1/2 സ്പൂണ് അതിനോട് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇടക്കിടക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പ്രഥമനോട് ചേർക്കേണ്ട വറവുണ്ടാക്കാം. ഒരു പാനിൽ ആ ബാക്കിയുള്ള നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ കാഷ്യൂ നട്ട്സ് മാറ്റാം. എന്നിട്ട്
നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു കളർ മാറുന്ന അവസരത്തിൽ ആ മുന്തിരി കൂടി അതിനോട് ചേർക്കാം. ഇനി അവയൊക്കെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത് ആ പ്രഥമനോട് ചേർക്കാം. കണ്ടോ, അങ്ങനെ നമ്മുടെ അടിപൊളി ചെറുപയർ പരിപ്പ് പ്രഥമൻ റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.